ചേർത്ത് ഇതുപോലെ ആക്കിയതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒന്ന് ചൂടായ എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ചധികം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കി പകുതിക്ക് ഞാൻ വേറൊരു രീതിയിലാണ് തയ്യാറാക്കുന്നത്. 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതൊക്കെ ഒന്ന് മൊരിഞ്ഞ് കിട്ടും. ദാണ്ടെ ഇതുപോലെയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് മൊരിക്കുക. നമ്മുടെ അകത്തുള്ള സാധനങ്ങളൊക്കെ നല്ല വെന്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് ചൂടോടുകൂടി നമുക്കിത് കഴിക്കാൻ പറ്റും. വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ഉരുളക്കിഴങ്ങും സവാളയും അതുപോലുള്ളതൊക്കെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തതാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചൂട് കട്ടനൊപ്പം നമുക്ക് കഴിക്കാൻ കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ചധികം തയ്യാറാക്കിയിട്ട് ഇനി ബാക്കിയുള്ളതിൽ ഞാൻ മാവിൻ്റെ കൂട്ടുണ്ടല്ലോ അതിലോട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിർബന്ധമില്ല, കുറച്ചൊന്ന് കളർ